സ്നേഹമുള്ളവരെ, ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹത്തോടുകൂടെ നേരുകയാണ്. ഇന്ന് നമ്മുടെ ഇടവകയിലെ മതബോധന അധ്യാപകർ ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മതബോധന ക്ലാസ്സുകൾ ഞായറാഴ്ചകളിൽ എടുക്കാൻ സാധിക്കാത്ത ഈ അവസരത്തിൽ നമ്മുടെ അധ്യാപകർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ പാഠഭാഗങ്ങൾ 3-4 ചാപ്റ്ററുകൾ ഒരുങ്ങി ഓരോ ക്ലാസ്സുകളായിട്ട് ഇന്നു മുതൽ അവതരിപ്പിച്ചു തുടങ്ങുകയാണ്. അതിരൂപതയിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ തന്നെ അധ്യാപകരെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുങ്ങി ചെയ്യുന്ന ഈ പ്രവർത്തനം ഇന്ന് നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതിന് പിന്നിൽ അധ്വാനിച്ച പ്രധാനാധ്യാപകനും മറ്റെല്ലാ ടീച്ചേഴ്സിനും അധ്യാപകർക്കും ഇത് സഹകരിച്ച എല്ലാ യുവജനങ്ങൾക്കും ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. വിശ്വാസ പരിശീലനം ഒരു ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംരംഭം ഏറ്റവും വിജയകരമായി തീരട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും ഒന്നു ചേർന്ന് വികാരിയച്ഛനോട് ചേർന്ന് ഈ സംരംഭത്തിൽ സഹകരിക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയുടെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് നല്ലോണം പഠിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ വികാരിയച്ഛൻ. കുട്ടികളെ, രക്ഷിതാക്കളെ, നാം ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ദേവാലയത്തിൽ വന്നുകൊണ്ടുള്ള വിശ്വാസ പരിശീലന പരിപാടിയിൽ ക്ലാസ്സുകളിൽ നമുക്ക് പങ്കെടുക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണല്ലോ. ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ അതിരൂപത നടത്തുന്ന ഓൺലൈൻ ക്ലാസ് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും കാവിഡ് ഇടവകയിലെ മതാധ്യാപകർ നടത്തുന്ന ഓൺലൈൻ പഠന ക്ലാസ് നമ്മൾ ഇവിടെ കാവിഡ് ഇടവകയിലും ആരംഭിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഡയറക്ടർ അച്ഛനായ ഫാദർ ജോജു ചിരിങ്ങണ്ട അച്ഛനും അതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും 12ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണെന്ന്. 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ പഠനം എങ്ങനെയായിരുന്നു? അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നമ്മുടെ ക്ലാസ്സുകൾ എല്ലാം മാറി വന്നു. ഓൺലൈൻ ക്ലാസ്സുകളായി നമ്മൾ മുന്നിലെത്തുന്നു. എങ്കിലും നമ്മുടെ വിശ്വാസം നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. അത് മുറുകെ പിടിച്ചുകൊണ്ട് കുടുംബത്തിൽ നമ്മൾ ആൾക്കാരെയാകുന്നു. വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ഓൺലൈനായി കണ്ട് നമ്മൾ ഈശോയെ കൊടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. 11ാം ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ പുസ്തകം ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന പുസ്തകമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ 1ാമത്തെ അധ്യായമാണ് രക്ഷകനായ ഈശോ. ഈ അധ്യായത്തിൽ ഈശോയെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഭൗതിക ശാസ്ത്ര രംഗത്ത് വളരെ പ്രശസ്തനായ വ്യക്തിയാണ് വില്യം ആംഗേൽ. അദ്ദേഹത്തിനോട് താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ് എന്ന് ഒരു അഭിമുഖ സംഭാഷണത്തിൽ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി, നസ്രായനായ ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷകനായി കണ്ടെത്തിയതാണ് എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ശാസ്ത്രരംഗത്ത് അദ്ദേഹത്തിന് നേടിയ ഒരുപാട് നേട്ടങ്ങൾ അതിനെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് രക്ഷകനായ ഈശോ എൻ്റെ ജീവിതത്തിൽ വന്നു. അതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് വില്യം ആംഗേൽ പറയുന്നു. ഇനി 33 വയസ്സുവരെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിച്ച അഗസ്റ്റിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സഭ വണങ്ങുന്ന ഒരു വിശുദ്ധനായി മാറുന്നത് ഈശോയെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വരുന്ന ചോദ്യമാണ്, യേശു ആരാണ്? എന്താണ് അവിടെ നൽകുന്ന രക്ഷ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതലായിട്ട് വളരാൻ നമ്മെ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് സഹായിക്കും. ഇതിലെ 3 പോയിന്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഈശോ ദൈവങ്ങൾ, രണ്ടാമത്തെ ഈശോ ലോകരക്ഷകൻ, മൂന്നാമത്തെ ഈശോ ഏകരക്ഷകൻ. ഒന്നാമത്തെ ഈശോ ദൈവത്തിൽ എന്ന് പറയുന്ന 1ാമത്തെ ഭാഗം വരുന്നത് ഇതിലെ ഈശോ തന്നെ തന്റെ ദൈവപുത്ര സ്ഥാനം ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശു ചോദിക്കുകയാണ്, ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതിന് മറുപടിയായിട്ട് ശിശുപ്രമുഖനായ പത്രോസ് മറുപടി പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ പറയുന്നത്, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യമാണ്. അങ്ങനെയുള്ള അംഗീകാരം ഈശോ കൊടുക്കുന്നതിലൂടെ തന്റെ ദൈവപുത്ര സ്ഥാനം ഈശോ വെളിപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്.
ഈശോയുടെ മാമോദിസ വേളയിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇനി ഈശോയുടെ കുരിശ് മരണ സമയത്ത്, പ്രാണൻ വെടിയുന്ന സമയത്ത് ഈശോ എന്താണ് പറയുന്നത്? പിതാവിന് അങ്ങയുടെ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ഈശോയും ദൈവവും തമ്മിലുള്ള ബന്ധം അഗാധമായ ബന്ധമാണ് ഇവിടെ കാണുന്നത്. ഒരു പിതൃപുത്ര സ്ഥാനം ദൈവത്തിന്റെ മുൻപിൽ ആർക്കുണ്ട്? ഈശോയ്ക്കുള്ള കാര്യം നമുക്കറിയാം. രണ്ടാമത്തെ പോയിന്റാണ് ഈശോ ലോകരക്ഷകൻ. ഈശോ നൽകുന്ന രക്ഷ എന്ന് പറയുന്നത് അവിടെ വിമോചനമാണ്. ഈശോ നൽകുന്ന രക്ഷ അത് പാപവിമോചനം മാത്രമല്ല, പാപവിമോചനം വഴി നമ്മൾ ദൈവിക ജീവനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് ഒരു പ്രത്യേക ദേശത്തിനോ കാലത്തിനോ ഒരു പ്രത്യേക വിഭാഗത്തിനോ വേണ്ടിയുള്ള രക്ഷയല്ല. ഈ ലോകം മുഴുവൻ ഈശോയിൽ നിന്നുള്ള രക്ഷ ലഭിക്കും. ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ ആട്ടിടമാർ നൽകുന്ന സന്ദേശം എന്താണ്? സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സമയത്ത് ശരിയും ഈശോയെ കൈകളിലെടുത്തുകൊണ്ട്, ഉണ്ണീശോയെ കൈകളിലെടുത്തുകൊണ്ട് എന്താണ് പറഞ്ഞത്? സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ടു കഴിഞ്ഞു എന്നാണ്. ഇങ്ങനെ ഈശോ ലോകരക്ഷകനാണ്. ഈശോ നൽകുന്ന രക്ഷ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മോചനവും ഒപ്പം തന്നെ ദൈവിക ജീവനിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നതാണ്. ഈശോ ഏകരക്ഷകൻ എന്ന് പറയുന്ന മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ലോകരക്ഷകനായ ഈശോ ഏകരക്ഷകനാണ്. ഒരുപാട് മതങ്ങളും ഒരുപാട് മതചിന്തകളും ഒക്കെ നമ്മുടെ ലോകത്തിൽ കടന്നു വരുന്നുണ്ട്. അവിടെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ ഈശോയിലുള്ള ആ ഒരു ഏകരക്ഷകൻ എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് ഒരു മതവും എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈശോ തന്നെ പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും നിത്യജീവനിലേക്ക് പിതാവിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് അത് പറയുന്നത് ഈശോ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ആധുനിക കാലത്ത് 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ ലേഖനത്തിലെ മനുഷ്യരക്ഷകൻ, കർത്താവായ ഈശോ, ഏഷ്യയിലെ സഭ എന്നീ പ്രബോധന ലേഖകളിലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും ഈശോ ഏകരക്ഷകനാണെന്ന് സത്യം ആവർത്തിച്ച് പറയുന്നത്. ഏകരക്ഷകനായ ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്നവരെ നേരിട്ട് ആ രക്ഷയിലെത്തുന്നു. ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും ഈശോയെ കുറിച്ച് അറിയുന്നതാണ്. എന്നാൽ അല്ലാത്തവരായിട്ടുള്ള ആളുകളോ അറിയാൻ അവസരം ലഭിക്കാത്തവരെ അവരുടെ പ്രവൃത്തികളിലൂടെ സൽപ്രവൃത്തികളിലൂടെയാണ് അവർക്ക് എന്ത് ലഭിക്കുന്നത്? രക്ഷയിലേക്ക് അവർ എത്തുന്നത്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്ന ഈശോയുടെ ആ ഒരു വചനം ഈശോയാണ് ഏകരക്ഷകൻ എന്ന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയിൽ നൽകുന്ന രക്ഷ സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. ഈശോയാണ് ഏകരക്ഷകൻ. ഇനി ഈശോയെ എന്റെ രക്ഷകനായി നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമില്ല. ശിമോൻ പത്രോസ് ഈശോയെ കുറിച്ച് പറഞ്ഞ എന്താണ്? ഈശോ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന്, ഈശോയുടെ ചോദ്യത്തിന് ശിമോൻ പത്രോസ് പറഞ്ഞത് എന്താ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതിന് ശിമോൻ പത്രോസ് അങ്ങനെ പറഞ്ഞു. ഈശോ പറഞ്ഞത് എന്താ? യോനായുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഈശോയെ രക്ഷകനായി സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ ഈശോ നമ്മെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഈശോ വിളിച്ചു കഴിഞ്ഞാൽ അതിന് ആ വിളിയുടെ ഫലമായിട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? പാപത്തിൽ നിന്നുള്ള മോചനം, നമ്മളിലേക്ക് ദൈവിക ജീവൻ, നമ്മളിലേക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നതാണ് ഈശോയുടെ. ഇന്ന് നമ്മുടെ 1-ാമത്തെ അധ്യായം കഴിയുകയാണ്. നിങ്ങൾ നമുക്ക് അതിൽ നന്നായി വായിച്ചു നോക്കാം. അതിൽ ചോദ്യോത്തരങ്ങളുണ്ട്, പിന്നെ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാനുള്ളതൊക്കെ അതൊക്കെ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇനി നമ്മുടെ അധ്യായം 2ലേക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപുരുഷനായ ഈശോ എന്ന് പറയുന്ന 2ാമത്തെ അധ്യായമാണ്. അപ്പൊ ഈ ചരിത്രപുരുഷനായ ഈശോ എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ ഈശോയെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മൾ കാലചക്രം തന്നെ നോക്കിയിട്ട് BC എന്നും AD എന്നും രണ്ടായി തരംതിരിക്കുന്നു. BC എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് എന്നും AD എന്നാൽ എന്നോ ഡൊമിനി എന്നുമാണ് ആ വാക്കിനർത്ഥം. ഒന്ന് ബിഫോർ ക്രൈസ്റ്റ്, ഈശോയ്ക്ക് മുൻപ്, യേശുക്രിസ്തുവിന് മുൻപ്. എന്നോ ഡൊമിനി ഈശോയുടെ കാലഘട്ടം, ക്രിസ്തുവിന്റെ കാലഘട്ടം എന്നുള്ളതാണ് എന്നോ ഡൊമിനി എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രം എഴുതുമ്പോൾ പരോക്ഷമായെങ്കിലും ഈശോയെ സൂചിപ്പിക്കാതെ നമുക്ക് രചന നടത്താൻ സാധിക്കുകയില്ല. ഈശോയുടെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ചരിത്രപരമായ വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്?
നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും മറ്റുള്ളവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും അങ്ങനെയുള്ള അറിവുകൾ നമ്മെ സഹായിക്കും. അപ്പോൾ ഈശോയുടെ ജനനം തന്നെ ഒരു കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ നിയമം പുതിയ നിയമം എന്ന് ബൈബിളിൽ രണ്ട് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുള്ളതില് പഴയ നിയമത്തില് ഒരുപാട് പ്രവാചകന്മാരെ ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്, മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്, ആ പീഡാനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു കാത്തിരിപ്പിന്റെ പൂർത്തീകരണമാണ് ഈശോയുടെ ജനനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് മാത്രമല്ല, ചരിത്രത്തിലെ എന്തെല്ലാം സാക്ഷ്യങ്ങളാണ്, ചരിത്ര സാക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഈശോയെ കുറിച്ച് ഉള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലെ ചരിത്ര പുരുഷനായ ഈശോ നസ്രായനായ ഈശോ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചതുകൊണ്ട് ഈശോയെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നസ്രായൻ ഈശോ എന്ന് പറയുന്നു. ഈശോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഫിലിപ്പോസ് എന്താണ് എഴുതിയിരിക്കുന്നത്? ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് യഹൂദരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്നാണ്. അവിടെ നമുക്ക് എന്ത് മനസ്സിലാവുന്നു? നസ്രായക്കാരൻ ഈശോ, നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് നസ്രായക്കാരൻ എന്നുള്ള പേരിൽ ഈശോ അറിയപ്പെടുന്നു. ഇനി ചരിത്ര സാക്ഷ്യങ്ങളിലെ സോക്രട്ടീസ് ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ ഈശോയെ കുറിച്ചുള്ള അറിവുണ്ട്. ഫ്ലാവിയസ് ജോസേഫസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റോമൻ ഗ്രന്ഥകാരന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലും ഈശോയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞതാണ് സോക്രട്ടീസിന്റെ പ്രവചനം. സോക്രട്ടീസ് എന്താണ് പറഞ്ഞത്? കാത്തിരിക്കുക, വരാനിരിക്കുന്ന സാർവത്രിക ജ്ഞാനിയെ കാത്തിരിക്കുക. ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ എങ്ങനെ വ്യാപരിക്കണമെന്ന് അവൻ നമ്മളോട് പറഞ്ഞു തരും എന്നാണ് സോക്രട്ടീസ് പറഞ്ഞത്. BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ്, ഗ്രീക്ക് തത്വചിന്തകനാണ് സോക്രട്ടീസ്. അദ്ദേഹമാണ് ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിൽ യഹൂദ വംശജനായിട്ടുള്ള നസ്രായക്കാരൻ ഈശോയുടെ വേരുകൾ ആ വംശത്തിൽ തന്നെയുണ്ട്. യഹൂദരുടെ നിയമസംഹിതയും വ്യാഖ്യാനം അടങ്ങുന്ന ഗ്രന്ഥമാണ് താൽമൂദ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ താൽമൂദിന്റെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയ സമകാലീനമായ മറ്റൊരു രേഖയാണ് മിദ്രാശി. ഈ മിദ്രാശിന്റെ ഈശോയെ കുറിച്ച് പറയുന്നത് നോസ്രി എന്നാണ്. നോസ്രി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നസ്രായക്കാരൻ, നസ്രായൻ എന്നാണ്. അതിലെ ഈശോ മറിയം എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നും ആളുകളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് കുരിശിൽ തറച്ച് വിചാരണ ചെയ്യപ്പെടുകയും കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞ് അതിലുള്ള വിവരങ്ങൾ കാണുന്നു. അടുത്താണ് നമ്മൾ പറയുന്നത് ഈശോയുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ തെളിവുകൾ നൽകുന്നത് ഫ്ലാവിയസ് ജോസേഫസ് എന്ന് പറയുന്ന ചരിത്രകാരന്റെ ഗ്രന്ഥത്തിലെ രചനകളാണ്. അതിൽ അദ്ദേഹത്തിന്റെ ജൂയിഷ് ആന്റിക്വിറ്റി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് AD 94 അദ്ദേഹം രചിച്ചിരിക്കുന്നത്. അതിലെ യഹൂദരുടെ ജീവിത ചരിത്രത്തെ കുറിച്ച്, അതുപോലെ തന്നെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങള്, ഈശോയെ കുറിച്ച് എല്ലാം തന്നെ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മാത്രമല്ല സ്നാപയോഹന്നാന്റെ ഭരണത്തെ കുറിച്ച് പറയുന്നു. പിന്നെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോയുടെ സഹോദരനായ യാക്കോബ് എന്ന് പറയുന്ന വിശേഷണം എല്ലാം തന്നെ ഈ ജൂയിഷ് ആന്റിക്വിറ്റി എന്ന് പറയുന്ന ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഈശോയെ കുറിച്ചുള്ള കൂടുതൽ വസ്തുതകൾ ഈ ഫ്ലാവിയസ് ജോസേഫസിന്റെ കാണാൻ സാധിക്കും. ഈശോ അതിബുദ്ധിമാനായ മനുഷ്യനായിരുന്നു, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമെന്നും സത്യത്തെ മുറുകെ പിടിച്ചുവെന്നും, അതുപോലെ ഈശോ മരണത്തിന് വിധിക്കപ്പെടുകയും കുരിശുമരണം വഹിച്ചുവെന്നും, ഈശോയെ അനുകരിക്കുന്നവരെ ഈശോയുടെ പിൻഗാമികളായി ഈശോയെ ആരാധന അർപ്പിക്കുന്നവരെ ഒരുപാടുണ്ട് എന്നും ഈ ജൂയിഷ് ആന്റിക്വിറ്റിയിൽ പറയുന്നു. ഈ റോമൻ ഗ്രന്ഥകാരന്മാരുടെ കൃതികളിലാണ് ഈശോയെ കുറിച്ചുള്ളത് നമ്മൾ കാണുന്നത്. അത് ഏഷ്യ മൈനറിലെ ഗവർണറായിരുന്ന AD 112 ട്രോജൻ ചക്രവർത്തി എഴുതിയ ഒരു കത്തിലെ ഉദാഹരണം കാണുന്നുണ്ട്. അവിടെയാണ് ഈശോയുടെ മരണശേഷം ഈശോയ്ക്ക് ആരാധന അർപ്പിക്കുന്നതും സ്തുതി അർപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് സൂചനകൾ പറയുന്നത്. അടുത്തതായിട്ട് റോമൻ ചരിത്രകാരനായിട്ടുള്ള താസിറ്റസ് എന്ന് പറയുന്ന വ്യക്തി തന്റെ അനൽസ് എന്ന് പറയുന്ന ചരിത്രത്തിൽ ഈശോയെ കുറിച്ചുള്ള സൂചനകൾ കൊടുക്കുന്നുണ്ട്. അടുത്താണ് നമ്മൾ പറഞ്ഞ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ. അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഔദ്യോഗികമായി സഭ അംഗീകരിക്കാത്ത കൃതികളെയാണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അതില് ഈശോയുടെ ജീവിതത്തെ കുറിച്ചും അതിൽ പറയുന്ന ഓരോ ഭാഗങ്ങളാണ് തോമായുടെ നടപടികൾ, ഫെബ്രുവരിയുടെ സുവിശേഷം, നസ്രായുടെ സുവിശേഷം, പത്രോസിന്റെ സുവിശേഷം, ഇതിലൊക്കെ തന്നെ ഈശോയെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു. ഇനി സുവിശേഷങ്ങളിൽ കാണുന്ന ഈശോ എങ്ങനെയാണ്? സുവിശേഷങ്ങളിൽ കാണുന്ന ഈശോയുടെ ഇപ്പൊ 4 സുവിശേഷങ്ങളുള്ളത്. മത്തായി, യോഹന്നാൻ, മാർക്കോസ്, ലൂക്ക. എല്ലാവരും ഈശോയുടെ ജീവിതം എങ്ങനെയാണ്, ഈശോ നടത്തിയ അത്ഭുത പ്രവൃത്തികൾ, ഈശോയുടെ ജീവിതം, ഈശോയുടെ മരണം, ഈശോയുടെ ഉത്ഥാനം, ഇതിനെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞു കാണുന്നത്. ഇപ്പൊ മരണത്തിന് കേട്ടതിനെ കുറിച്ച്, ഈശോയുടെ രീതികളെ കുറിച്ച്, ഈശോ ഇടപെട്ടതിനെ കുറിച്ച് എല്ലാം തന്നെ ഇവർ പറയുന്നുണ്ട്.
ഇവരെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഉറപ്പിച്ചു പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളതാണ്, ഈ വസ്തുത ശരിയാണ് എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറയുന്ന രീതിയിലാണ് നമുക്ക് ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ഇനി ആദിമസഭയുടെ വിശ്വാസ പ്രഘോഷണം കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയായിരുന്നു? ആദിമസഭയുടെ ജീവിത രീതി അത് വളരെ കൃത്യമായിട്ടുള്ള വളരെ ഐക്യത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് അവർ ജീവിച്ചിരുന്നത്. അവരെ ഒരുമിച്ച് കൂടിയിരുന്നു. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ വരുന്നത്. ക്രിസ്ത്യൻ വിശ്വസ്തയുടെ ആദ്യം ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നത്. അവർ ഒരുമിച്ച് കൂടി ഈശോയ്ക്ക് ആരാധന അർപ്പിച്ചിരുന്നു, സ്തുതികൾ അർപ്പിച്ചിരുന്നു, വചന പ്രഘോഷങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഈശോയുടെ ആ ജീവിത രീതി അനുകരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. നമുക്ക് ചരിത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സത്യസന്ധതയോടെ ഈശോയെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈശോയെ കുറിച്ചുള്ള ഒരുപാട് ചരിത്രപരമായ തെളിവുകൾ നമ്മളിലേക്ക് എത്തും. ഈശോയെ കുറിച്ച് ഒരുപാട് ആളുകൾ അതിന് അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈശോ മാത്രം ഇപ്പോഴും നിത്യമായി നിലനിൽക്കുന്നു. ഈശോയുടെ വിശ്വാസം, ഈശോയുടെ ജനങ്ങളുടെ വിശ്വാസം ഇപ്പോഴും നിത്യമായി നിലനിൽക്കുന്നു. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായം ഇന്ന് നന്നായി വായിച്ചു നോക്കണം. അതിനുശേഷം അതിലെ ചോദ്യങ്ങളുണ്ട്, അത് അടയാളപ്പെടുത്തി അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ചർച്ച ചെയ്യാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഇതെല്ലാം തന്നെ കൃത്യമായി നോക്കിയിരിക്കുക. ഒരുപാട് ഇനിയും പോയിന്റ്സുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായി വായിച്ചു നോക്കിയതിനു ശേഷം മനസ്സിലാക്കും. ഇനി മൂന്നാമത്തെ അധ്യായമാണ് ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിലെ രക്ഷകനായ ഈശോ എന്നുള്ളൂ, രണ്ടാമത്തെ അധ്യായത്തിലെ ചരിത്രപുരുഷനായ ഈശോ എന്നുള്ളൂ, മൂന്നാമത്തെ അധ്യായം വന്നു കഴിഞ്ഞാൽ ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ. എന്താണ് ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ? എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക? നമ്മൾ ശ്രദ്ധിച്ചല്ലോ എങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളാണ് ഈശോയിലുള്ളത്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ ലോക പ്രശസ്തരായിട്ട് രണ്ട് മനഃശാസ്ത്രജ്ഞന്മാരെ എബ്രഹാം മാസ്ലോവും വിക്ടർ മയറും രണ്ടുപേരും കൂടി ഒരു അന്വേഷണത്തിൽ തുറന്നു നോക്കിയ ഈ ലോകത്തിലുള്ള ഒരുപാട് മഹാരഥന്മാരുടെ ഏറ്റവും വ്യക്തി പ്രഭാവമുള്ള വ്യക്തി ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം അവർ നടത്തുമ്പോൾ അവർ അവസാനം എത്തിച്ചേരുന്നത് ബെത്ലഹേം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജനിച്ച ഈശോയാണ്. അപ്പൊ ഈശോയെ കുറിച്ച് അവർ ഒരുപാട് പഠിച്ചു. ഈശോയുടെ ജനനവും ജീവിതവും മരണവും സ്ഥാനം അതിനെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വ്യക്തിപ്രഭാവമുള്ള വ്യക്തിയായിട്ട് അവർ മനസ്സിലാക്കുന്ന കാര്യമാണ് ഈശോയെ കുറിച്ച്. ഇപ്പൊ സുവിശേഷങ്ങൾ കാണുന്ന ഈശോ എങ്ങനെയാണ്? സുവിശേഷങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് എന്താണ്? ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുന്നത്, ജീവിതത്തെ കുറിച്ച് പറയുന്നത്, വചന പ്രഘോഷണം നടത്തിയ കാലത്തെ കുറിച്ച്, മരണത്തെ കുറിച്ച്, സ്ഥാനത്തെ കുറിച്ച്, ഈ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈശോ എന്ന് പറയുന്ന വ്യക്തി ലോകരക്ഷകനാണ്, ലോക ഗുരുവാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ദൈവം മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചതാണ് ഈശോ. ഇനി നമ്മുടെ ഈശോയുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് കടന്നു ഈ അധ്യായത്തിലെ കുറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത്. അതൊന്നാമത്തെ പിതാവിന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലൂടെയാണ് തുടങ്ങുന്നത്. പിതാവിന്റെ പ്രിയപുത്രൻ ഈശോയുടെ വ്യക്തി പ്രഭാവത്തിന്റെ മുഴുവൻ അടിസ്ഥാനമായി വരുന്നത് അദ്ദേഹത്തിന്റെ പുത്രത്വമാണ്. അപ്പൊ സാധാരണ മനുഷ്യന് വ്യത്യസ്തമായ ഈശോയുടെ എന്താണ്? ദൈവപുത്രനാണ് ഈശോ എന്ന് പറയുന്ന ആ ഒരു ഈശോ അത് മാമോദീസ വേളയിലെ അതുപോലെ തന്നെ ശിഷ്യന്മാരോട് കൂടെ നടക്കുമ്പോൾ അത്ഭുത പ്രവർത്തനം ചെയ്യുമ്പോഴും എല്ലാം തന്നെ നമുക്കത് മനസ്സിലാക്കുന്നത്. ഈശോ പിതാവിന്റെ പ്രിയപുത്രനായി മാറുമ്പോൾ പിതാവിന്റെ ഇഷ്ടം എന്താണ് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നതാണ് ഈശോയുടെ ലക്ഷ്യം. അതാണ് ഈശോ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇനി സമഗ്ര വിമോചകനാണ് ഈശോ. സമഗ്ര വിമോചകൻ മനുഷ്യവർഗത്തിന്റെ തന്നെ സമഗ്ര വിമോചകനാണ്. അത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാണ്. ഈശോ നൽകുന്ന രക്ഷ എന്ന് പറയുന്നത് പാപവിമോചനമാണ്. ആ പാപവിമോചനത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്നു, ദൈവിക ജീവനിൽ എത്തിച്ചേരുന്നു. അപ്പൊ മനുഷ്യവർഗത്തിന് സമഗ്ര വിമോചനം നൽകുന്നതാണ്. അതാണ് ഈശോയുടെ മനുഷ്യവർഗത്തിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഈശോ ഈ വിമോചനത്തിന് വേണ്ടി ഈശോ ജീവിച്ചു. ഈശോ എപ്പോഴും പറയുന്നില്ലേ, പാപികളെ ഈശോ വെറുക്കുന്നില്ല, പാപത്തെ മാത്രമാണ് വെറുക്കുന്നത്. അങ്ങനെ പാപികളെ സ്നേഹിക്കുന്നു, അവരെ ഒന്നിച്ചേർക്കുന്നു, എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന സമഗ്ര വിമോചനം നൽകുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഈശോയെ കാണുന്നത്. അപ്പോൾ ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാം മനുഷ്യന്റെ ശരീരം, ആത്മാവ്, മനസ്സ്, ഈ മൂന്ന് തലങ്ങളിൽ ഇത് ഏതെങ്കിലും ഒന്നിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ബാധിക്കുന്ന കാര്യം ഈശോയ്ക്ക് വ്യക്തമായി അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യനിലുള്ള തിന്മയായ വശങ്ങളെ മാറ്റി നിർത്തി അവരെ നന്മയിലേക്ക് ആകർഷിച്ചെടുക്കുക, അവർക്ക് വിമോചനം നൽകുക എന്ന് പറയുന്നത് ഈശോയുടെ ലക്ഷ്യമായിരുന്നു. പാപികളെ സ്നേഹിക്കുന്നവനാണ് ഈശോ, സത്യത്തിന് സാക്ഷി നൽകുന്നവനാണ് ഈശോ, തിന്മയ്ക്കെതിരെ പോരാടിയവനാണ് ഈശോ. ഈശോയുടെ സ്വഭാവ സവിശേഷതകൾ, വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റുകൾ നമുക്ക് കിട്ടും.
ദരിദ്രരെ സ്നേഹിച്ചവനാണ്, ശാന്തശീലനും വിനീതനുമാണ്, ക്ഷമാശീലനാണ്, കരുണാമയനാണ്. ഇങ്ങനെ ഈശോയിലെ ഒരുപാട് വ്യക്തിത്വ സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വ്യക്തിത്വ സവിശേഷതകൾ നമ്മളിലേക്ക് നമ്മൾ അത് അനുകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറും? നമ്മൾ ക്രിസ്ത്യാനികളായി മാറും, നമ്മൾ ക്രിസ്തുവിന്റെ അനുയായികളായി മാറുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ക്രിസ്തുവിനെ പോലെ നല്ല സ്വഭാവ സവിശേഷതകൾ ലഭിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാൻ ഇച്ഛിക്കുന്നത് നന്മയാണ്, പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്നത് തിന്മയാണ്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മനുഷ്യൻ ബലഹീനനാണ്, പ്രലോഭനങ്ങളിൽ അടിമപ്പെടുന്നതുകൊണ്ടാണ്. അപ്പൊ ഈശോയെ അനുകരിക്കുമ്പോൾ ഈശോയുടെ സ്വഭാവ സവിശേഷതകൾ നമ്മളിലേക്ക് എത്തുന്നു. അങ്ങനെ നമ്മളും എന്തായി മാറുന്നു? ഈശോയുടെ മക്കളായിട്ട്, ദൈവമക്കളായിട്ട് മാറുകയും ചെയ്യും. ഇതില് മൂന്നാമത്തെ അധ്യായം പറയുന്ന പ്രധാന പോയിന്റുകൾ ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായി വായിച്ചു നോക്കുക. അതിലെ പാപികളെ സ്നേഹിതൻ, പാപത്തെ വെറുക്കുന്ന ഈശോ. ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുങ്കക്കാരെ, പാപികളായിട്ടുള്ള വ്യക്തികളെ, പാപിയായ സ്ത്രീയെ, ഇവർക്കൊക്കെ തന്നെ പാപമോചനം കൊടുക്കുന്ന വ്യക്തികൾ. സത്യത്തിന് സാക്ഷ്യം വഹിക്കണമെന്നാണ് ഈശോ. എപ്പോഴും സത്യത്തെ മുറുകെ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെ പോരാടിയവനാണ് ഈശോ. ഏത് തിന്മകളുണ്ടെങ്കിലും ഇപ്പോൾ യഹൂദ പ്രമാണികളായിട്ടുള്ള ആളുകൾ, സദുക്കാരെ, ഫരിസേയർ, അവരുടെ ഉള്ളിലുള്ള തിന്മകൾ എടുത്ത് പറഞ്ഞ് പുറത്തേക്ക് പറഞ്ഞ് അവരെ എന്ത് ചെയ്യുന്നത്? ഈശോ അവരെ ആ പാപത്തെ, ആ തിന്മയെ എതിർക്കുന്നതായിട്ട് കാണുന്നത്. ദരിദ്രരെ സ്നേഹിക്കുന്നതാണ്. എപ്പോഴും കാലത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു ദരിദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോ എപ്പോഴും ദരിദ്രനായിട്ടാണ് ജീവിക്കുന്നത് കാണാൻ സാധിക്കാം. ദരിദ്രരായിട്ടുള്ള ആളുകളോടും ഈശോ എപ്പോഴും വളരെയധികം അനുകമ്പ പുലർത്തിയിരുന്നു. ശാന്തശീലനും വിനീതനുമാണ് ഈശോ. ഈശോ ദേവാലയം കച്ചവട സ്ഥലമാക്കിയപ്പോൾ അവരെ മാത്രമാണ് ഈശോ എന്ത് ചെയ്യുന്നത്? അവരെ ചാട്ടവാറ കൊണ്ട് അടിച്ചു പുറത്താക്കുന്നതാണ്. ബാക്കി ബൈബിളിൽ നമ്മൾ സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ശാന്തശീലനും വിനീതനുമായിട്ട് ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനീതന്റെ മാതൃക കാണിച്ചു കൊടുത്തവരാണ് ഈശോ. ഇങ്ങനെ പിന്നെ ക്ഷമാശീലൻ, ക്ഷമയുടെ ആ ഒരു ഏറ്റവും മൂർത്തികരമായിട്ടുള്ള ഭാവം നമുക്ക് കുരിശ് കണ്ടതിനെ കാണാൻ സാധിക്കും. അവിടെ ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് ഈശോ കാണിച്ചു തരുന്നു. കാൽവരിയിലെ ആ കുരിശ് കണ്ടതിൽ ഈശോ എന്താ പറയുന്നത്? ഇവർ എന്താണ് ചെയ്യുന്നത് ഇവർക്ക് അറിയില്ല, ക്ഷമിക്കണം എന്ന് പറയുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ഈശോ നമ്മളോടും നമ്മുടെ ഒരു ആഹ്വാനം തന്നെയാണ് നൽകുന്നത്. കരുണാമയനാണ്. കരുണയാണ് ഈശോയുടെ മറ്റൊരു വലിയ സ്വഭാവ സവിശേഷത. എല്ലാവരോടും കരുണ കാണിക്കുന്നതാണ് ഈശോ. കരുണ എന്ന് പറയുന്ന സ്വഭാവം ചെയ്യുന്നത്. ഈശോയുടെ വ്യക്തിത്വത്തിന്റെ വിവിധ സവിശേഷതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സവിശേഷതകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് നല്ലൊരു ക്രൈസ്തവനായി മാറാൻ നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ നമ്മുടെ മൂന്നാമത്തെ അധ്യായം അവസാനിച്ചു. ഇതിലെ പാഠഭാഗത്തിന്റെ പിന്നിലുള്ള ചോദ്യങ്ങൾക്ക് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് നന്നായി വായിച്ചു നോക്കുക. ഈ ലോക ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈശോയെ അനുകരിച്ച് ജീവിച്ച വ്യക്തികൾ, ഈശോ നൽകുന്ന രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പം അധികമാണെങ്കിൽ ആ വീടുകളൊക്കെ നിങ്ങൾക്ക് അധ്യായം 4 നമുക്ക് കടന്നു പോകുമ്പോൾ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ എന്ന് പറയുന്ന നമ്മൾ 3 അധ്യായങ്ങളിപ്പോൾ നമ്മളിവിടെ പഠിച്ചു. ഒന്നാമത്തെ അധ്യായം രക്ഷകനായ ഈശോ, രണ്ടാമത്തെ അധ്യായത്തിൽ ചരിത്ര പുരുഷനായ ഈശോ, മൂന്നാമത്തെ അധ്യായത്തിലെ ഈശോയുടെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ, വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ കഴിഞ്ഞ ഭാഗത്ത് അറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ നമ്മെ സഹായിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മഹത്വമുള്ള ഒരു വ്യക്തിയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ആ അന്വേഷണത്തിലെ ആളുകൾ സെലക്ട് ചെയ്യുന്നത് മദർ തെരേസയാണ്. മദർ തെരേസയ്ക്ക് പുറമേക്കുള്ള ബാഹ്യമായ സൗന്ദര്യമോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. മദർ തെരേസയെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായി തിരഞ്ഞെടുക്കുന്നതാണ് നമ്മളുടെ ആന്തരിക സൗന്ദര്യമാണ്. പാവപ്പെട്ടവരോടും അഗതികളോടും ദരിദ്രരോടും മദർ തെരേസ അമ്മ കാണിച്ച ആ ഒരു സ്നേഹവും കരുണയും ഒക്കെ തന്നെ മദർ തെരേസയെ വലിയ വ്യക്തിയാക്കി. ഇപ്പോൾ എന്താണ് വ്യക്തിത്വം? വ്യക്തിത്വം എന്താണെന്നുള്ളതിനെ കുറിച്ച് 4ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അത് മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഗോൾഡൻ ആൾക്കോട്ട് അതിന് നല്ലൊരു നിർവചനം കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരികവും മാനസികവുമായ ഘടകങ്ങളുടെ നിയതവും ചലനാത്മകവുമായ ക്രമവൽക്കരണമാണ് വ്യക്തിത്വം. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എന്ത് കാണാൻ സാധിക്കും? വ്യക്തിത്വത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ വികാര വിചാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പെരുമാറ്റ രീതി ഇതൊക്കെ തന്നെ വ്യക്തിത്വത്തിൽ പെടും തന്നെയാണ്.
വ്യക്തിത്വത്തിന് എന്താണ് വ്യക്തിത്വം? ഗോൾഡൻ ആൾക്കോട്ടെ എന്താണ് വ്യക്തിത്വത്തെ കുറിച്ച് പറയുന്നത്? ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ഘടകങ്ങളുടെ നിയതവും ചലനാത്മകവുമായ ക്രമവൽക്കരണമാണ് വ്യക്തിത്വം എന്ന് ഗോൾഡൻ ആൾക്കോട്ട് പറയുന്നത്. വ്യക്തിത്വത്തിന്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. വ്യത്യസ്ത തലങ്ങളിലെ ശാരീരികം, മാനസികം, സിദ്ധിപരം, അങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ പറഞ്ഞ ശാരീരികം എന്ന് പറഞ്ഞു. വ്യക്തിത്വത്തിന്റെ ശാരീരിക തലം എന്ന് വെച്ചാൽ നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ശരീരത്തിന്റെ രൂപം, നിറം, വലിപ്പം, ഉയരം, ഇതെല്ലാം തന്നെ ശാരീരികത്തിൽ പെടുന്നതാണ്. രണ്ടാമത് പറയുന്നതാണ് സിദ്ധിപരം. സിദ്ധിപരം എന്ന് വെച്ചാൽ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന പല കായിക കഴിവുകൾ എല്ലാം സിദ്ധിപരത്തിലുണ്ട്. അത് ജന്മന ലഭിക്കുന്നത്, പരിശീലനം കൊണ്ട് വികസിപ്പിച്ചെടുക്കുന്നത് എല്ലാം തന്നെ ദൈവത്തിലുണ്ട്, സിദ്ധിപരത്തിലുണ്ട്. മൂന്നാമത്തെ ആണെന്ന് പറഞ്ഞത് ആത്മീയതലം. ഈ ആത്മീയ തലമാണ് അത് മൂല്യങ്ങളുള്ളത്. ആത്മീയ തലം എന്ന് പറയുന്നത് ഒരു മനുഷ്യനുള്ള സ്നേഹം, അനുകമ്പ, ദയ, ഉത്തരവാദിത്വം, ആത്മാർത്ഥത, സത്യസന്ധത തുടങ്ങിയ സ്വാഭാവിക മൂല്യങ്ങൾ എല്ലാം വരുന്ന തലത്തിലാണ്, ആത്മീയ തലത്തിലാണ്. ഈ ആത്മീയ തലത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആരെ അനുഗ്രഹിക്കുന്നത്? ഈശോയെ അനുഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിലെ ക്രിസ്തീയ തലത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിലെ ആത്മീയ തലത്തിലാണ് വളരുന്നത്. ആത്മീയ തലം വളർന്നു വരുന്നു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ വരുന്നു? ഈശോയുടെ ഗുണങ്ങൾ നമ്മൾ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിലേതൊക്കെ പറഞ്ഞിട്ടുണ്ട്? സ്നേഹം, നീതി, അനുകമ്പ, ഉത്തരവാദിത്വബോധം, ആത്മാർത്ഥത, സത്യസന്ധത തുടങ്ങിയിട്ടുള്ള സ്വാഭാവിക മൂല്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു. നമ്മുടെ ആത്മീയ വ്യക്തിത്വം വളർന്ന് ഈശോയുടെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ എത്താൻ നോക്കുന്നു. ക്രിസ്തീയ വ്യക്തിത്വം എന്താണ്? ക്രിസ്തീയ വ്യക്തിത്വം പ്രധാനമായിട്ട് ആത്മീയ തലത്തിലുള്ളതാണ്. അപ്പൊ നമ്മളിലെ ക്രിസ്തീയ വ്യക്തിത്വം വളർന്നു വരണമെങ്കിൽ നമ്മൾ എന്ത് വേണം? സ്നേഹം വേണം, നീതി വേണം, അനുകമ്പ വേണം, ഉത്തരവാദിത്വബോധം വേണം, ആത്മാർത്ഥം, സത്യസന്ധത വേണം. ഇതെല്ലാം നമ്മൾ വളർന്നു വരുന്നെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ക്രിസ്തീയ വ്യക്തിത്വമായി മാറുന്നു. ക്രിസ്തീയ വ്യക്തിത്വം പ്രധാനമായിട്ട് ആത്മീയ തലത്തിലുള്ളതാണ്. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ ഒരാൾ വളരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവിത ദർശനവും മനോഭാവവും ജീവിത ശൈലിയും ഒക്കെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരണം. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ 3 ഘടകങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിലെ ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കണം. രണ്ടാമത് വരുന്നത് ഈശോയുടെ മാതൃക അനുകരിക്കണം. മൂന്നാമത് വിശുദ്ധരുടെ പാത പിന്തുടരണം. ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കണം. ഒരു വ്യക്തിയെ അവന്റെ വ്യക്തി വളർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം ആത്മാവബോധമാണ്. താൻ ആരാണെന്നും തന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അത് നേരിടുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ള അറിവാണ് അത്. ഈശോയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ലഭിക്കുന്ന അറിവാണത്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഒരു ആത്മാവബോധം വേണം, ക്രിസ്തീയ ആത്മാവബോധം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ ആത്മാവബോധം വന്നു നേടുന്നത് പ്രധാനമായിട്ട് ദൈവവചനത്തിലൂടെയും സഭാ പ്രബോധനങ്ങളിലൂടെയുമാണ്. അപ്പൊ നമ്മൾ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ 3 ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞു. ഏതൊക്കെയാണ്? ക്രിസ്തീയ ആത്മാവബോധം, രണ്ടാമത്തെ ഈശോയുടെ മാതൃക അനുകരിക്കുക, മൂന്നാമത്തെ വിശുദ്ധരുടെ പാത പിന്തുടരുക. ഒന്നാമത് പറഞ്ഞ ക്രിസ്തീയ ആത്മാവബോധം നമ്മൾക്ക് ലഭിക്കുന്നത് ഇതിലൂടെയാണ്, ദൈവവചനത്തിലൂടെയും അതുപോലെ സഭാ പ്രബോധനത്തിലൂടെയാണ് ഈ ക്രിസ്തീയ ആത്മാവബോധം നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമതാണ് പറഞ്ഞത് ഈശോയുടെ മാതൃക പിന്തുടരുക. ദൈവത്തിന്റെ പരിപൂർണ ഛായയും രൂപവുമാണ് ഉള്ളത് ഈശോയ്ക്കുള്ളത്. അപ്പൊ ആ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈശോ എന്ന് വെച്ചാൽ ജ്ഞാനത്തിലും പ്രായത്തിലും ഒക്കെ തന്നെ എല്ലാവരുടെയും പ്രീതിയിലുമാണ് വളർന്നു വരുന്നത്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് ഫിലിപ്പോസിനോട് ഈശോ പറയുന്നുണ്ട്. പാപം ഒഴികെ ബാക്കി എല്ലാത്തിനെയും ഈശോ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പാപിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, പാപത്തെയാണ് ഞാൻ വെറുക്കുന്നത് എന്ന് പറയുന്ന ഈശോ, ആ ഈശോയുടെ മാതൃകയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അപ്പൊ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഓരോരുത്തർക്കും നമ്മളിലേക്ക് ഈശോയുടെ മാതൃക അനുകരിക്കാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായ ദൗത്യം ലഭിക്കുന്നുണ്ട്. ഈശോയുടെ ദൗത്യം എന്തായിരുന്നു? ഈശോയുടെ മനുഷ്യകാരുടെ ലക്ഷ്യം എന്താ? ലോകത്തിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത്. പാപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുക, ഈ പാപത്തിനെ ബലിയായി തീരുക, ആ ലക്ഷ്യത്തിലേക്ക് ഈശോ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈശോയുടെ മാതൃക പിന്തുടരുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഈശോയുടെ മാതൃക അനുകരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അടുത്ത മൂന്നാമത്തെയാണ് പറഞ്ഞത് വിശുദ്ധരുടെ പാത പിന്തുടരുക. വിശുദ്ധരുടെ പാത പിന്തുടരുക. ഒരുപാട് വിശുദ്ധരെ കുറിച്ച് നമുക്കറിയാം.
ഇവരെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ജീവിച്ചവരാണ്. പക്ഷെ അവരുടെ ഒക്കെ ലക്ഷ്യം എന്തായിരുന്നു? ഒന്നായിരുന്നു, ഈശോയെ അനുകരിക്കുക, ഈശോയുടെ വ്യക്തിമാത്ര സ്വന്തമാക്കി വളരുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. നമ്മളുടെയും ലക്ഷ്യം അങ്ങനെയായിരിക്കാം. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് വിശ്വാസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉച്ചദേശി, പിന്നെ യുവാക്കളുടെ മധ്യസ്ഥനായിട്ടുള്ള ഡോൺ ബോസ്കോ, തോമസ് മൂറ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് വിശുദ്ധരെ നമ്മുടെ വിശുദ്ധരുടെ പാതകൾ എന്ന് പറയുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിശുദ്ധരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? ക്രിസ്തുവിനെ അനുകരിക്കുക, ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെതായി മാറുക. ആ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രമിക്കണം. ക്രൈസ്തവനാണ് മറ്റൊരു ക്രിസ്തു. അപ്പോൾ ഈശോയുടെ സ്വഭാവ സവിശേഷതകളും ക്രിസ്തീയ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തായി മാറുന്നു? ഒരു ക്രിസ്തുവായിട്ട്, മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുന്നു. ഇങ്ങനെ ക്രിസ്തീയ വ്യക്തിത്വം വളരാൻ പറയുന്ന ഈ അധ്യായം നമ്മുടെ അവസാനിക്കുകയാണ്. ഈ അധ്യായത്തില് ചോദ്യോത്തരങ്ങളുണ്ട്. ഈ ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉദ്ദേശിച്ച് നന്നായി വായിച്ചു നോക്കുക. ശ്രദ്ധയോടുകൂടി വായിച്ചിട്ട് അതിൽ ഉത്തരങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക, അത് പഠിക്കുക. അടുത്ത അധ്യായം 5 ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ എന്താണെന്നുള്ളത്. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുന്ന വ്യക്തി എങ്ങനെ മാറും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഉദാഹരണം പറയാൻ സാധിക്കുന്നത് വിശുദ്ധ പൗലോസിനെ കുറിച്ചാണ്. ക്രൈസ്തവ സഭ ദർശിച്ച ഏറ്റവും തീക്ഷ്ണമതിയായ പ്രേക്ഷക ശ്രേഷ്ഠനായിരുന്നു വിശുദ്ധ പൗലോസ്. ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ജോലി എന്തായിരുന്നു? ക്രിസ്ത്യാനികളെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരപത്രമായിട്ടാണ് അദ്ദേഹം ദമാസ്കസിലേക്ക് പുറപ്പെട്ടത്. ഈ ദമാസ്കസിലേക്ക് പുറപ്പെടുന്ന അദ്ദേഹത്തിന്റെ രക്തനാടികളുണ്ട് ഈശോ വന്ന് പെട്ടെന്ന് കണ്ണിലേക്ക് എന്തോ വെല്ലുവിളി വന്നു. ഇത് പെട്ടെന്ന് വീഴുന്നു. ആരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നതാണ് നീ വീഴ്ച ഈശോ ഞാൻ എന്ന് പറഞ്ഞ് വലിയൊരു ദൗത്യമാണ് ആൾക്ക് ലഭിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണെങ്കിൽ ജീവിക്കുന്നത് എന്ന് വളരെ തീക്ഷണതയോടുകൂടി പറയാൻ സാധിക്കുന്ന വ്യക്തിയായിട്ടായി മാറുകയാണ് ഈ പൗലോസിന്റെ മാറുക. ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ സവിശേഷത നമ്മളിവിടെ കാണുന്നു. അപ്പോൾ ഏറ്റവും തീക്ഷണതയായ ഒരു പ്രേക്ഷിത ശ്രേഷ്ഠനാണ് വിശുദ്ധ പൗലോസ്. ക്രിസ്തീയ വ്യക്തിത്വത്തിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ ക്രിസ്തീയ ജീവിത ദർശനം, രണ്ടാമത് വരുന്നത് ക്രിസ്തീയ ജീവിത മനോഭാവം, മൂന്നാമത്തെ ക്രിസ്തീയ ജീവിത ശൈലി. അപ്പൊ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഘടകമാണിത് ജീവിത ദർശനം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്രിസ്തീയ ജീവിത ദർശനം. ക്രിസ്തീയ ജീവിത ദർശനത്തിലെ നമ്മൾ അതിനെ 5 പോയിന്റുകളായി തരംതിരിച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ പിതാവ് എന്ന് പറയുന്ന ഈ ക്രിസ്തീയ ജീവിത ദർശനത്തിൽ തന്നെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. അത് ദൈവദർശനം, ആത്മദർശനം, മനുഷ്യദർശനം, ലോകദർശനം, സ്വർഗദർശനം. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞ ദൈവദർശനത്തിലാണ് ദൈവം നമ്മുടെ പിതാവ്. ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. ആ തിരിച്ചറിവിൽ നമ്മൾ വളരണം. രണ്ടാമത് പറയുന്നതാണ് നാം ദൈവത്തിന്റെ മക്കൾ, അതായത് ആത്മദർശനം. മനുഷ്യരായ നമ്മൾ ദൈവ മക്കളാണെന്നുള്ള ബോധം നമ്മളിലേക്ക് എത്തുന്നു. അതാണ് രണ്ടാമത്. മൂന്നാമത് മനുഷ്യരെല്ലാവരും സഹോദരങ്ങൾ, മനുഷ്യദർശനം. അപ്പൊ ദൈവം നമ്മുടെ പിതാവ്, നാം ദൈവത്തിന്റെ മക്കൾ. അപ്പൊ മനുഷ്യരെല്ലാവരെയും സഹോദരങ്ങളായി കാണാനുള്ള ഒരു മനസ്സ് നമ്മളിലേക്ക് എത്തുന്നു. മനുഷ്യദർശനം ജാതി മത ചിന്തകൾക്ക് അതീതമായുള്ള ഒരു മനുഷ്യ സ്നേഹമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള ചിന്ത നമ്മളിലേക്ക് എത്തുമ്പോൾ ഈ ലോകം മുഴുവൻ ഒരു ഭവനമാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നു. അതാണ് ലോകദർശനം എന്ന് പറയുന്ന അതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു, പ്രകൃതിയെ സ്നേഹിക്കുന്നു. ഒരു തരം സങ്കുചിത മനസ്സില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സ് നമ്മളിലേക്ക് എത്തുന്നു. ഈ ഭൂമി 5ാമത് പറഞ്ഞ പോയിന്റാണ് സ്വർഗം നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഇതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളതും മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് മരണമല്ല എന്നും നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വേണം. അതാണ് സ്വർഗം നമ്മുടെ ലക്ഷ്യം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിത്യജീവിതത്തിലേക്ക് പോകുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു ചിന്തയാണ് നമ്മളിൽ വേണ്ടത്. അപ്പോൾ ക്രൈസ്തവന്റെ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നത് അങ്ങനെയാണെന്ന് പൗലോസ് പറയുന്നത്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക നശിച്ചു പോകുമെങ്കിലും കാര്യങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അറിയുന്നു. അപ്പൊ ഈ ഭൂമിയിലെ ജീവിതമല്ല
നിത്യജീവനിലേക്കുള്ള ഒരു പോക്ക് ഈ ജീവിതത്തിന്റെ അവസാനത്തിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലേക്കാണ്. സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്, സ്വർഗം നമ്മുടെ ലക്ഷ്യമാണ്. അങ്ങനെ ഒരു ജീവിതത്തെ നമ്മൾ വളർന്നിരിക്കണം. അപ്പൊ ഒന്നാമത്തേതിനാണ് നിങ്ങൾ പറഞ്ഞത് ക്രിസ്തീയ ജീവദർശനം. അതിൽ വരുന്നതാണ് ദൈവം നമ്മുടെ പിതാവ്, നാം ദൈവത്തിന്റെ മക്കൾ, മനുഷ്യരെല്ലാവരും സഹോദരങ്ങൾ, ലോകം ഭൗമിക ഭവനം, സ്വർഗം നമ്മുടെ ലക്ഷ്യം. ഇനി ക്രിസ്തീയ ജീവിത മനോഭാവത്തിൽ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് നോക്കുമ്പോൾ അതിനെ തന്നെ 4 ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ദൈവാശ്രയ മനോഭാവം, രണ്ടാമത്തെ സാഹോദര്യ മനോഭാവം, മൂന്നാമത്തെ നന്മയുടെ മനോഭാവം, നാലാമത്തെ ശുഭാപ്തി വിശ്വാസം. അപ്പൊ നമ്മൾ ആദ്യത്തെ പറഞ്ഞത് ക്രിസ്തീയ ജീവിത ദർശനം, രണ്ടാമത് പറഞ്ഞതാണ് ക്രിസ്തീയ ജീവിത മനോഭാവം. ഈ ക്രിസ്തീയ ജീവിത മനോഭാവത്തെ 4 ആയി തരംതിരിക്കുമ്പോൾ ഒന്നാമത്തെയാണ് ദൈവാശ്രയ മനോഭാവം. അപ്പൊ ദൈവം എന്റെ പിതാവാണ് എന്ന് നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞു. ദൈവം എന്റെ പിതാവായതുകൊണ്ട് ഞാൻ ദൈവപുത്രനാണെന്നുള്ള അവബോധം ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ദൈവാശ്രയ മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. യോഹന്നാൻ ശ്ലീഹയുടെ 14-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. അപ്പോ നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട. പല ജീവിത വ്യഗ്രതയിലുള്ള ജീവിക്കുന്ന മനുഷ്യനാണ് ഓരോരുത്തരും. അപ്പൊ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവാശ്രയ മനോഭാവം ഉണ്ടെങ്കിൽ സഹനങ്ങളെല്ലാം സമചിത്തതയോടെ സ്വീകരിക്കേണ്ട ഒരു മനസ്സും നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. ഇനി രണ്ടാമതാണ് പറഞ്ഞ സാഹോദര്യ മനോഭാവം. അപ്പോൾ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും നമുക്ക് സഹോദരന്മാരായി കാണുന്നതിനും അവരെല്ലാവരെയും സ്നേഹിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹത്തിന്റെ ഉത്കൃഷ്ടതയെ പഠിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നു. ക്രിസ്തീയ മനോഭാവങ്ങളുടെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട സാഹോദര്യ മനോഭാവം. മൂന്നാമതായി വരുന്നതാണ് നന്മയുടെ മനോഭാവം. ക്രിസ്തീയ മനോഭാവത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നന്മയുടെ മനോഭാവം. നന്മ ചെയ്യുന്നതിനെ നമ്മൾ ഒരിക്കലും മറുപ്പ് കാണിക്കരുത്, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം എന്നൊക്കെയാണ് നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത്. ഇപ്പൊ ദൈവം പല നന്മയാണ്, നന്മയായിട്ടുള്ളത് മാത്രമേ ദൈവത്തിന് നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ദൈവത്തെ, ആ ഈശോയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വേണം നന്മയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, നന്മയെ പ്രോത്സാഹിപ്പിക്കണം. നാലാമത്തെ പോയിന്റാണ് ശുഭാപ്തി വിശ്വാസം. ശുഭാപ്തി വിശ്വാസത്തിൽ നിഷേധാത്മകമായ ചിന്തകൾ ഒഴിവാക്കി നിൽക്കുക. ആപത്തുകള്, ഒരുതരം ഭാവാത്മക ചിന്തകൾ, കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളും വിപരീതാത്മകമായ ചിന്തകൾ നിറച്ചിരിക്കാതെ എല്ലാത്തിലും എന്ത് കാണുന്നുള്ളത്, നന്മ കാണുന്നുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ക്രിസ്ത്യാത്മക ചിന്തകളിലൂടെ ജീവിത വിജയം ഉറപ്പാക്കാമെന്ന് പഠിപ്പിക്കുന്ന മനഃശാസ്ത്ര ചിന്തകളും ഇത് സുലഭമാണ്. അങ്ങനെ മനഃശാസ്ത്രപരമായ ചിന്തകൾ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എപ്പോഴും എന്താണ് വേണ്ടത്, നിഷേധാത്മക ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നന്മപരമായിട്ട് ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ വളരണം. ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ നമുക്ക് സാധിക്കുകയില്ല. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരണം. മൂന്നാമത്തെ അനുഭവമാണ് ക്രിസ്തീയ ജീവിത ശൈലി. ക്രിസ്തീയ ജീവിത ശൈലിയിലെ അതിനെയും തരംതിരിച്ചിരിക്കുന്നു ദൈവസ്നേഹം, പരസ്നേഹം, ശത്രുസ്നേഹം, സഹായ സന്നദ്ധത. അപ്പോൾ 3 പോയിന്റുകളായി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്രിസ്തീയ ജീവിത ദർശനം, രണ്ടാമത് ജീവിത മനോഭാവം, മൂന്നാമത്തെ ക്രിസ്തീയ ജീവിത ശൈലി. ക്രിസ്തീയ ജീവിത ശൈലിയിൽ ഒന്നാമത്തെയാണ് ദൈവസ്നേഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ്? ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്താൽ പ്രേരിതമായ ഒരു ജീവിതം നമ്മളെല്ലാവരും കെട്ടിപ്പടുക്കണം. ദൈവാരാധന, വചന പ്രഘോഷണം, പ്രാർത്ഥന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതെല്ലാതും ദൈവസ്നേഹത്തിന്റെ പ്രകാശനങ്ങളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ദൈവസ്നേഹത്തെയാണ് നമ്മൾ പ്രകാശിപ്പിക്കുന്നത്. ആ ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരണം. അടുത്ത ക്രിസ്തീയ സ്നേഹത്തിൽ, ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ മറ്റൊരു അടയാളമാണ് പരസ്നേഹം. നിങ്ങൾക്ക് പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈശോയുടെ വചനങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, നമ്മൾ പരസ്പരം ഇവിടെ വേദപണ്ഡിതനായിട്ടുള്ള തെർത്തുല്യൻ ക്രൈസ്തവരെ പ്രശംസിച്ചുകൊണ്ട് അക്രൈസ്തവർ നടത്തിയ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നതിനെയാണ്. നോക്കുക, നമ്മൾ പരസ്പരം വെറുക്കുമ്പോൾ നമ്മൾ എത്രമാത്രം, അവർ പരസ്പരം എത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നു, നമ്മൾ പരസ്പരം കൊല്ലുമ്പോൾ അവർ എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു എന്നാണ് വേദപണ്ഡിതനായിട്ടുള്ള തെർത്തുല്യൻ ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ക്രൈസ്തവരെ കുറിച്ച് നമ്മൾ പറയുന്നത് കൊണ്ടാണ് അവരുടെ പരസ്നേഹം ഇത്രയും വലുതായിരുന്നു. അടുത്തായിട്ട് മൂന്നാമത്തെ പോയിന്റാണ് ശത്രുസ്നേഹം. ശത്രുസ്നേഹത്തിന്റെ ഒരു ക്രിസ്തീയ സ്നേഹം പൂർണ്ണത നമുക്ക് കാണാൻ സാധിക്കാം ശത്രുസ്നേഹത്തില. ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി മരണം പ്രേമിച്ചതാണ് ഈശോ. അപ്പോൾ ആ ഈശോയെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ക്രിസ്തീയ സ്നേഹം നമ്മളിലേക്ക്
നമ്മൾ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ്. 4ാമത്തെ പോയിന്റാണ് സഹായ സന്നദ്ധത. പാപികൾ, രോഗികൾ, അനാഥരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അവരെ നമ്മൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ ഒരു ചെറിയൊരു നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തപ്പോൾ, നിങ്ങളൊരു സേവനം ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്ന ഈശോയുടെ വാക്കുകളാണ്. ക്രിസ്തു സ്നേഹം നമ്മൾ സ്നേഹത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളും ഈശോയെ അംഗീകരിക്കാൻ ശ്രമിക്കണം. ഈശോയുടെ ജീവിതദർശനവും മനോഭാവവും ജീവിതശൈലിയും പരിശീലിക്കുന്നത് വഴി ക്രിസ്തീയ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വളർന്നു വരുന്നു. അപ്പോഴാണ് ചരിത്ര പുരുഷനും രക്ഷകനുമായിട്ടുള്ള ഈശോയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്നത്. 5ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. 5ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഏതാനും ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക. ടെക്സ്റ്റ് നന്നായി വായിച്ചു നോക്കുക. കൂടുതൽ പോയിന്റ്സുകൾ മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക.